പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയ കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട്. കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ. കർത്താവ്, നിന്റെ നാമത്തിൽ അടിയൻ ഈ കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴ് ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ, കർത്താവ്, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണെത്തുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന, അതിരുപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകിടത്തിൻ്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശ്വാസപിതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ, സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവെ, അവരുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവ്, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്ന ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗമായിട്ട് ദൈവദിവസത്തിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ്, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ്, അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ്, ജയഘോഷത്തോടെ കവിത കറ്റുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ, സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിന്റെ നാമത്തെ മഹത്വത്തിൽ തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മ ശക്തി ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലം ആരംഭിച്ചിരിക്കുക. നമ്മൾ നോയമ്പിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആത്മാവിൻ്റെ വസന്തമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടുശ്ശേരിയിൽ എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ, അവിടെ നോയമ്പാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ, പള്ളിയുടെ പുറകിൽ ആണ് എൻ്റെ മുറി, പള്ളിമുറി. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പൊട്ടിക കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂത്ത് നിൽക്കണേ. ഞാൻ ഇംഗ്ലീഷ് കൊന്നയോട് പറഞ്ഞു, 1.5 മാസം തെറ്റി അല്ലേ എന്ന് ചോദിച്ചു. കാര്യം ഇവർ പണ്ട് ഇംഗ്ലീഷ് കൊന്നകളൊക്കെ പൂക്കണത് ജനുവരി മാസത്തിലായിരുന്നു. ജനുവരി ഒരു 25ഓടുകൂടിയായിരുന്നു. ഇപ്പോഴത് ഫെബ്രുവരി 25 കഴിഞ്ഞിട്ട് മാർച്ച് മാറുന്നത്. ഒരു മാസം ഗ്യാപ്പ്, 1 മാസത്തെ ഡിഫറൻസ് നമുക്ക് കാലാവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നോയമ്പ് കാലം ഒരു കാലാവസ്ഥയാണ്. ആത്മാവിൻ്റെ ഒരു പുനർജനിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കേരള കാത്തലിക് ചർച്ചിലെ ഒരു ട്രഡീഷൻ ഉള്ളത്. സീറോ മലബാറിലും ഉണ്ട്, ലത്തീനിലും ഉണ്ട്. അതായത് കരി ഓശാന ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കുന്ന ഓലകൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഉണങ്ങിയിട്ട് ഈ കരിക്കുരി ബുധനാഴ്ച അത് പൊടിച്ച് കരിച്ച് എണ്ണ ചേർത്ത് അവർ തപസ്സിൻ്റെ അടയാളമായിട്ട് നെറ്റിക്ക് പൂശും. അപ്പം ഈ പൂശുന്ന അടയാളം ഞാൻ എന്ത് ചെയ്തുകൊണ്ട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി അക്രൈസ്തവരായ സഹോദരൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ. കത്തോലിക്കോട് പറഞ്ഞ കാര്യമില്ല. പക്ഷേ മലങ്കരക്കാർക്കും അതുപോലുള്ള ഒരു അടിയന്തരം ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരണത്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കാലം ആരംഭിക്കുക, തപസ്സിൻ്റെ ഒരു കാലം. തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? തപസ്സിൻ്റെ ഒരു കാലം, അതായത് സഭ നമ്മുടെ നിത്യത്തിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്തിനാണ് നോയമ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമാവർത്തനമാണിത് പറയണത്. കാര്യം നമ്മുടെ ഉപവാസമല്ലേ. ഇപ്പോൾ ഉപവാസം ഒന്നാമത്തെ എന്താണ്? ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ മിതത്വം പാലിച്ച് നമ്മൾ 1 നേരമോ 2 നേരമോ ഉപവസിക്കണത്? എന്തുകൊണ്ടാണ്? അപ്പോൾ വിശപ്പ് അറിയണേ. നിയമാവർത്തന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം.
എന്തിനാണ് വിശപ്പ് അറിയണത്? നിയമാർത്ഥം 8:3 എടുത്തേ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പ് അറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിലിടുക. അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ്. അപ്പം നമ്മൾ ഓർക്കും വിശപ്പ്, നമ്മുടെ വിശപ്പ്, നമുക്ക് വിശപ്പുണ്ടെന്ന് നമ്മൾ അറിയണം. അതുമാത്രമല്ല സംഭവം, മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാരം അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്ന നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക, എളിമപ്പെടുത്തുക, എന്നിട്ട് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമാക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിന്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ? സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിന്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ കഴിവ്, എനിക്ക് കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ല, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെടുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി, നീ പഠിച്ചില്ല. അപ്പോൾ നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പോൾ ഞാൻ പഠിക്കും, ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ. അതൊന്ന് മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതുകൊണ്ട് താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണെന്ന് ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് പറയും. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാൾ ഉപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയും, റെഡിമെയ്ഡായിട്ട് അലക്കി തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നുന്നു. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും. നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യണത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയുന്നത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഞാനല്ല എന്ന് പറയണില്ലേ? ഞാൻ ആണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത് ആദ്യം. നിങ്ങൾ ഹെബ്രായനാണ്, ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്. ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയണത് ഞാനല്ല എന്ന് പറയത്തില്ലേ? ആദ്യത്തെ അറിവും പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്വഭാവം, ഒരു മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാര്യം അതേ
ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ടിങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമ്പ്രദായങ്ങളെ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുറി നമ്മൾ നെറ്റിൽ പൂശണത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞ് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് നാക്കെ കുറിച്ചിടും. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കൊന്നകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപ് കാലം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ ശുശ്രൂഷയിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ ദൈവസ്നേഹത്തോടെ പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു ദിവ്യരഹസ്യം ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ധ്യാനത്തിൻ്റെ ഒരു വിഷയമായിരുന്നു. നമ്മുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കാലച്ചുരുക്കമാണ്, അല്ലേ? കാലച്ചുരുക്കം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ സമാശ്വാസം പ്രാപിക്കുന്നത് കാലം ചുരുങ്ങുമ്പോഴാണ്, ഇല്ലേ? കാലച്ചുരുക്കവും സമാശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ പനി തന്നെ എത്രയും വേഗം മാറിയാൽ അത്രയും നല്ലതാണ്. എപ്പോഴെങ്കിലും മാറിയാൽ പോരല്ലോ. അപ്പോൾ കാലച്ചുരുക്കം ആ വിഷയം നടക്കുക മാത്രമല്ല നമുക്ക് ആശ്വാസവും സന്തോഷവും തരണത്, എത്രയും വേഗം നടക്കുന്നതാണ്. എല്ലാം അങ്ങനെയല്ലേ? ജോലി ആയാലും, അല്ലേ? വീട് വെക്കണതായാലും. ഞാൻ അപ്പുറത്തെ പള്ളിയിൽ വികാരിച്ചനായിരുന്നു. അപ്പോൾ പള്ളി പണിതായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ എത്രയും വേഗം പണിത് തീർക്കണമെന്നാണ്. എന്താ കാര്യം? ഞാൻ കയറിയപ്പോൾ 340 രൂപയായിരുന്നു, 550 രൂപയായിരുന്നു ജോലിക്കൂലി. പള്ളി തീരാനായപ്പോൾ വളരെ സ്പീഡായിട്ട് തീർന്നിട്ട് പോലും പള്ളിയല്ലേ 940 രൂപയായി പണിക്കൂലി. അതാണ് വ്യത്യാസം വരണത്. എത്രയും സ്പീഡ് എന്ത് വിഷയമായാലും നമുക്ക് വേണ്ടത് എന്താണ്? കാലച്ചുരുക്കമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും കാലച്ചുരുക്കം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കർത്താവേ കാലച്ചുരുക്കം പ്രാപിക്കാൻ കർത്താവേ ഉടനടി അഭിഷേകം ചെയ്യണമേ. കർത്താവേ തീരാവ്യാധികളും എല്ലാം ഉടനടി അഭിഷേകം പ്രാപിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി യേശുവേ ഈ കാലച്ചുരുക്കം പ്രാപിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണെന്നുള്ളതാണ് ഇന്നലെ വരെ നമ്മൾ ധ്യാനിച്ചത്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാകും. കാലച്ചുരുക്കം പ്രാപിക്കുന്നതിന് ഏത് പുണ്യമാണ് ഉപയോഗിക്കേണ്ടത്. അമ്മ മാതാവ് ഏത് പുണ്യമാണ് ഉപയോഗിച്ചത്? അതാണ് മരിയൻ ഉടമ്പടിയുടെ മർമ്മങ്ങൾ. ഏത് പുണ്യം എന്ന് പറയുമ്പോൾ ഇതാ നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതെല്ലാം പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളുണ്ട്. അതിലെന്താണ്?
ദൈവിക പുണ്യങ്ങൾ വിശ്വാസം, അല്ലേ? പ്രത്യാശ, ദൈവസ്നേഹം. ഇതിലേത് പുണ്യം പ്രയോഗിച്ചാൽ, പുണ്യത്തിൽ നമ്മൾ പുരോഗമിച്ചാൽ കാലച്ചുരുക്കം പ്രാപിക്കാം എന്നാണ്. ഏതാ? അതാണ് പ്രശ്നം. ഇത് വളരെ ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ക്രിസ്ത്യൻ ലൈഫ് ഒരു ഇമോഷണൽ ലൈഫ് എന്നതിനേക്കാളുപരി ഇൻ്റലക്ച്വൽ ലൈഫാണ്, ബുദ്ധിപരമായ ജീവിതമാണ്. അമ്മ ഏത് പുണ്യമാണ് ഉപയോഗിച്ചതെന്ന് അറിയണം. നമ്മളൊക്കെ പാരമ്പര്യമായി അറിയാവുന്നതാണ് നിങ്ങൾ പറഞ്ഞത്, എളിമ, സഹനം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കണത് ദൈവസ്നേഹമാണ് അമ്മ ഉപയോഗിച്ചത്. കാര്യം എന്താണെന്ന് അറിയാമോ? ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്താ? ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എങ്കിലും രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? അങ്ങനെ ചോദ്യം ചോദിച്ചില്ലേ ഈശോ? ഇല്ലേ? 18:7 ലൂക്ക 18:7 എന്ന് പറഞ്ഞ്, എങ്കിലും രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? അപ്പോൾ രാവും പകലും ഇങ്ങനെ തുടർച്ചയായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴായാലും നമുക്ക് നീതി നടത്തി കിട്ടും, കാലവിളംബം വരുത്തത്തുമില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാടാണത്. അപ്പം ദൈവം കാലവിളംബം വരുത്തണില്ല, പോളിസി മാറ്ററാണ്. പക്ഷെ പിന്നെ കാലവിളംബം വരുത്തുന്നത് ആരായിരിക്കും? നമ്മളായിരിക്കും. അവിടെയാണ് നമ്മുടെ റോളുള്ളത്. ദൈവത്തിൻ്റെ പോളിസി മാറ്റർ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ കാലവിളംബം വന്നു പെടണത് എന്താണ്? നമ്മളുടെ അതിനോടുള്ള നമ്മളതിനെങ്ങനെ സമീപിക്കണത് എന്ന രീതിയിലിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം സക്കറിയ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? സക്കറിയായോട് പറഞ്ഞു. അപ്പം സക്കറിയ എന്നാ പറഞ്ഞു? സക്കറിയ പറഞ്ഞത്, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണെന്ന് പറഞ്ഞു, അല്ലേ? ഞാൻ വൃദ്ധനാണ്. ആദ്യം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ അറിയും? അപ്പം ലുക്കായുടെ സുവിശേഷം 1:20, ഇത് ഞാനെങ്ങനെ അറിയും? എന്താ കാരണം? ഒന്ന്, ഞാൻ വൃദ്ധനാണ്. രണ്ടാമത്തത്, പ്രായം കഴിഞ്ഞവളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മറുപടി പറയും. ക്ലിയർ അല്ലേ? പിന്നെ സക്കറിയാക്ക് എന്നാ സംഭവിച്ചത്? പ്രാർത്ഥനാ മുടക്കുണ്ടാവും. ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ജോലി എന്താ? പ്രാർത്ഥന. അപ്പം നീ മുമ്മൂകനായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രാർത്ഥനാ മുടക്ക് വന്ന അയാൾക്ക്, പുരോഹിതന് പ്രാർത്ഥന മുടക്ക് വന്നാൽ പിന്നെ എന്നാ പറ്റും? ആ ജോലിയിൽ നിന്ന് പോകും. ശുശ്രൂഷ ഇനി ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നീ പ്രാർത്ഥിക്കേണ്ട എന്നാണ്, നീ ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ അർത്ഥം, അല്ലേ? നീ പ്രാർത്ഥിക്കേണ്ടെന്ന്. പക്ഷേ ഇത് ലൂക്ക 1:20, ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് തന്നെയല്ലേ അമ്മയും പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് സക്കറിയ ചോദിച്ചു 1:20. അത് തന്നെയല്ലേ അമ്മയും ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ എന്നാണ് അമ്മയും പറഞ്ഞത്. അമ്മയ്ക്ക് പ്രാർത്ഥന മുടക്കില്ല. ഞാൻ അറിയുന്നില്ലല്ലോ എന്നാണ് സക്കറിയായും പറഞ്ഞത്. ലുക്ക 1:34 അമ്മ പറഞ്ഞത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞേ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ ലൂക്ക 1:34 അമ്മ പറഞ്ഞത് ഞാൻ അറിയുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. പക്ഷേ അമ്മയോട് സൗമ്യമായിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്, ഇല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും, തന്നിമിത്തം നിന്നുദ്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കും. എന്താണ് സൗമ്യതയോടെ അമ്മയോട് സംസാരിക്കാൻ കാരണം? ഇതെവിടെയാണ്? ഇവർ രണ്ടും പറയണ ഒരു കാര്യമാണ്. ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് സക്കറിയ പറഞ്ഞു 1:20, ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞു 1:34.
പക്ഷേ എന്തുകൊണ്ടാണ് 2 റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് വരണത്? എവിടെയോ ഇതിൻ്റെ അകത്തൊരു മർമ്മമുണ്ട്. ഒരു പക്ഷേ പ്രസൻറ്റേഷൻ ടൂണിൽ വന്നിട്ടുള്ള വിഷയമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടോണില്ലേ, ടോണിൻ്റെ അകത്തു നിന്നാണ് ഇത് തിരിച്ചു വരണത്. അമ്മ പറഞ്ഞ ടോണും സക്കറിയ പറഞ്ഞ ടോണും. ശബ്ദത്തിന് എപ്പോഴും എന്താ പ്രശ്നം? ഈ ലിഖിതത്തിന് ടോണില്ല, ലിഖിതത്തിൽ ടോണില്ല, പക്ഷേ ശബ്ദത്തിന് ടോണുണ്ട്. ഈ ടോണിൽ വന്ന എക്സ്പ്രഷനിൽ നിന്നാണ് വിശ്വാസമോ പ്രത്യാശയോ സ്നേഹമോ എക്സ്പ്രസ് ചെയ്യണത്. എന്ത് പറഞ്ഞെന്നല്ല പ്രശ്നം, എന്ത് ടോൺ ഉപയോഗിച്ചു എന്നാണ് പ്രശ്നം. അമ്മയുടെ ടോണിൽ ദൈവത്തിന് സ്നേഹം ഫീൽ ചെയ്തു. എന്താ കാര്യം? സക്കറിയാവിൻ്റെ ടോണിൽ വിശ്വാസം ഫീൽ ചെയ്തില്ല എന്നാണ് ഗബ്രിയേൽ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ലേ? സക്കറിയ പറഞ്ഞ ടോണിൽ ഇതെങ്ങനെ അറിയും? എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ്, ഞാൻ വൃദ്ധനാണെന്ന് പറഞ്ഞ ടോണില്ലേ, അതിൽ വിശ്വാസം ഫീൽ ചെയ്തില്ല എന്നാണ് ഗബ്രിയേൽ പറഞ്ഞത്. എന്താ കാര്യം? അടുത്ത വചനം എഴുതിയിട്ടുണ്ട്, യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അവിശ്വസിച്ചത് കൊണ്ട് അതാണ് പ്രശ്നം. വിശ്വാസം ഫീൽ ചെയ്തില്ല. രണ്ടുപേരും പറഞ്ഞത് ഒരു കാര്യമാണ്, പക്ഷേ സക്കറിയാവിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് വിശ്വാസം ഫീൽ ചെയ്തില്ല. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ഫീലിങ്സിലാണത് പറയുന്നു, അതാണ് വിഷയം. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഫീൽ ചെയ്യണം നിങ്ങൾ പിതാവെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. പറഞ്ഞു മനസ്സിലായില്ലേ? ഉദ്ദേശമാണ് പ്രശ്നം. എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം, എന്ത് ഉദ്ദേശത്തിലൂടെ, വാട്ട് യു മീൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലെ. അതുകൊണ്ട് സക്കറിയാവിൻ്റെ കാര്യത്തിൽ പറയും, യഥാകാലം നിറവേറേണ്ട പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ ഊമനായിത്തീരും. അപ്പോഴ് വചനത്തിൻ്റെ വിഷയം എന്താ? യഥാകാലം വചനമെല്ലാം നിറവേറേണ്ട ഒരു കാലമുണ്ട്, ഇല്ലേ? ലുക്ക 1:20 എന്താ പറയണത്? ലുക്ക 1:20 യഥാകാലം പറഞ്ഞ് നിറവേറേണ്ട ദൈവത്തിന്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ ഊമനായിത്തീരും. അപ്പൊ വചനത്തിന്റെ വിഷയം എന്താ? വചനം നിറവേറുന്നതിന് ഒരു നിശ്ചിത കാലം ഉണ്ട്, ഇല്ല? കാലം, സമയം തന്നെ കണ്ട അവിടെ സമയം വരുന്നുണ്ട്. അവിടെ കാനായിലെ വിഷയം അതാണ്, കാലമുണ്ട്. കർത്താവ് പറയും ഇത് നിറവേറേണ്ടതിനൊരു കാലം ഉണ്ട് എന്ന് പറയും. ഇപ്പം യോഹന്നാൻ 2:3 നമ്മളെന്താ വായിക്കണത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ കർത്താവ് കാലം ആയിട്ടില്ല എന്നാണ് പറയണത്. പറഞ്ഞാൽ മനസ്സിലായോ? കാലം ആയിട്ടില്ല, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, കാലമായിട്ടില്ല. യഥാകാലം വചനങ്ങളെല്ലാം നിറവേറേണ്ടതിന് ഒരു കാലമുണ്ട്, കാലം ആയിട്ടില്ല എന്നാണ് പറയണത്. അതിന് അമ്മ പറയണ മറുപടി എന്താ? അവൻ പറയണത് പോലെ ചെയ്യുക. അതിലെന്താ ഉള്ളത്? ആ ടോണാണ് പ്രശ്നം അവിടുത്തെ. വീണ്ടും ടോൺ വരുന്നുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ അമ്മ ആ പറച്ചിൻ്റെ ഉള്ളിലെ എന്താണ്? ഒരു സ്നേഹമുണ്ട് ശരിക്കും, വിശ്വാസത്തെക്കാൾ ഉപരി. തടസ്സങ്ങളെ അതിജീവിക്കണത് വിശ്വാസത്തെക്കാൾ ഉപരി പവർ ആർക്കാ? സ്നേഹത്തിനാണ്. അപ്പം എൻ്റെ സഹോദരൻ ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വിശ്വാസത്തെക്കാൾ പവർ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറയണമെന്നറിയാമോ? ഇപ്പോൾ ലുക്ക 18:8 എന്താ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ, അവശേഷിക്കുമോ? അപ്പോൾ വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ചില കാലാവസ്ഥകൾ വരുമ്പോൾ
വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റിങ്ക്റ്റായി പോകും. നമുക്കും അങ്ങനെയല്ലേ? സങ്കടങ്ങൾ പെരുകണ കാലം വരുമ്പോൾ, ഇപ്പം ക്ലേശം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഇല്ലാണ്ട് വരത്തില്ല. അധർമ്മം വർദ്ധിക്കുമ്പോൾ, ഇപ്പം ലൂക്ക മത്തായിയുടെ സുവിശേഷം 21 വായിക്കുമ്പോൾ ലൂക്കാരുണ്ട് 21 എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ പറഞ്ഞേ, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. പക്ഷേ മിശിഹായുടെ കാലം വരുമ്പോൾ ക്ലേശങ്ങളുടെ അവസാനമാണല്ല മിശിഹ വരണത്. അപ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത്. വിശ്വാസത്തിൽ മാത്രം നമ്മൾ അവലംബിച്ചാൽ ക്ലേശങ്ങളുടെ കാലത്ത് വിശ്വാസം നിർവീര്യമായി പോകാനോ എക്സ്റ്റിങ്ക്റ്റായി അപ്രത്യക്ഷമായി പോകും, ഇല്ലാണ്ടായി പോകും. വിശ്വാസം കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും, അവശേഷിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് വിശ്വാസത്തെ നമുക്ക് അവലംബിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് അവലംബിക്കണത്? എല്ലാത്തിനെയും അതിജീവിക്കണത് എന്താ? സ്നേഹമാണ്. ആ തണുത്താലും അതുണ്ടാവണം, തണുത്താലും നിലനിൽക്കണത് എന്താ? അതുകൊണ്ടല്ലേ പൗലോസ് പറയണത് എന്താണ്? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 കൊരിന്ത്യസ് 13:7 എന്ന് പറഞ്ഞേ, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അപ്പോഴേ എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം പരിശീലിക്കണം ഉടമ്പടി ക്രിസ്ത്യാനി. എന്താ കാര്യം എന്നറിയാവോ? ഈ സമയച്ചുരുക്കത്തിൻ്റെ കറക്റ്റ് കണ്ടൻറ്റ് എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം തന്നെയാണ്, ദൈവസ്നേഹം തന്നെയാണ്. ഈ ദൈവസ്നേഹമാണ്. ഇപ്പോൾ സക്കറിയ സ്നേഹത്തോടെയാണത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാര്യം മിണ്ടാണ്ടിരിക്കാൻ പറയാത്തില്ലായിരുന്നു. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി വാട്ട് ടോൺ യു ആർ യൂസിങ്, നീ എന്ത് ടോണാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉപയോഗിക്കുന്നത്, അത് പക്ക ദൈവസ്നേഹത്തിൻ്റെതായിരിക്കണം. കാര്യം സ്നേഹമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ പോകും. കാര്യം ഇപ്പം നിനക്ക് കുഞ്ഞിനെ കർത്താവ് തരാൻ വൈകുന്നു, പക്ഷേ വിശ്വാസമില്ലാത്ത നിൻ്റെ കൂട്ടുകാർക്ക് കുഞ്ഞിനെ കിട്ടി, അപ്പോഴേ അത് നിന്നെ സങ്കടപ്പെടുത്തി. ആ ഒരു സംഭവത്തിനെയും നിൻ്റെ ദൈവസ്നേഹം അതിജീവിക്കണം. എന്നിട്ട് നിങ്ങൾ സ്നേഹം അവശേഷിക്കണം. ദൈവം വരുമ്പോൾ, ദൈവം ഇടപെടുന്ന സമയത്ത് അവശേഷിക്കുന്നതായിട്ട് കാണേണ്ട സംഭവമാണ് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പോഴത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ദൈവം സർവൈവ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവസ്നേഹം ആർജിക്കാൻ നമ്മൾക്കുള്ളത് അതാത് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, പ്രതിസന്ധികളെ, ക്ലേശങ്ങളെ അതിജീവിക്കുന്ന പരിശുദ്ധ അമ്മയിലെ വിളങ്ങിയിരുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, 1 കൊരിന്ത്യർ 14:1 പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും ദൈവത്തോടുള്ള പ്രതിബദ്ധതയിലും ദൈവസ്നേഹം അഭിഷേകമാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, കരങ്ങളടിച്ചുകൊണ്ട് എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും എന്നെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്കതിൻ്റെ ഒരു നോഹൗ ജ്ഞാനസൂത്രം പിടികിട്ടില്ലേ? ദൈവസ്നേഹത്തിലാണ് ഈ വർക്കൗട്ട്. ഇത് ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഇപ്പം നിങ്ങളുടെ വൈഫുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒന്ന് സമാധാനത്തിൽ സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾ പറയും അവൾ സംസാരിക്കട്ടെ, അവൾ എന്നെ വിളിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവൾ വിചാരിക്കണത് എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കില്ല, ഇച്ചായൻ കയറി ഉടക്കി പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇച്ചായല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോണത്, എന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്നാൽ എനിക്കൊരു വിലയും ഉണ്ടാകത്തില്ല. അതാണ് അവൾ പറയണത്. അല്ല, അതുകൊണ്ടാണ് അവൾ കർത്താവിനോട് പറയാം, കർത്താവ് ഇച്ചായനെ വിളിക്കണേ, ഇച്ചായനെ വിളിക്കണം എന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ അത് ശരിയാകത്തില്ല. അതാണ് അവൾക്കുള്ള ഈഗോ സംഭവം. ഇങ്ങനെ കുറച്ച് ഈഗോ ഉള്ളതുകൊണ്ട് എന്താ പറയണത്? കാലതാമസം വരുന്നു. എന്താണ് ഈ കാലതാമസം വരണത്? ഒരു വിഷയം വചനം നടപ്പിൽ വരുത്താൻ കാലതാമസം വരണത് എന്തുകൊണ്ടാണ്? ഈഗോ കൊണ്ടാണ് വരണത്. എല്ലാത്തിനും അല്ല, ചില കാര്യങ്ങൾക്ക് ഈഗോ ആണ്. ഇവിടെ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിശ്വാസത്തെക്കാൾ ഉപരി ദൈവസ്നേഹമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ കാര്യത്തിനാൽ നമ്മൾക്കിത് ഉച്ഛിഷ്ടം പോലെ കരുതിയാൽ മാത്രമേ നമുക്കിത് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ എന്നാ പറയണത്? അങ്ങനെ കരുതണമെങ്കിൽ ആരെ പ്രതി കരുതണം? ക്രിസ്തുവിനെ പ്രതി. അതാണ് ഫിലിപ്പിയർ 2:8 പറയണത്. ക്രിസ്തുവിനെ പ്രതി ഞാനിത് ഉച്ഛിഷ്ടം പോലെ, എൻ്റെ ഈഗോ ഇല്ലേ, ഞാൻ എൻ്റെ കാലതാമസം വരുത്തണ, ചായ വിളിക്കട്ടെ അല്ലെങ്കിൽ അവൾ വിളിക്കട്ടെ എന്ന് പറയുന്നത് കാലതാമസം വരുത്തണ ഈഗോ ഇല്ലേ, അതിനെ കൗൺട്രാക്ട് ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ പ്രതി എൻ്റെ ഈഗോ ഞാൻ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതണം. അതിനെന്ത് വേണം? നമുക്ക് ക്രിസ്തുവിനോട് സ്നേഹം വേണം. അതാണ് സംഭവം. സ്നേഹം മാത്രമാണ്. സ്നേഹം വർക്കൗട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ചില വചനങ്ങൾ നടപ്പിൽ വരുത്തണമെങ്കിൽ ഫിലിപ്പിയർ 2:8 പ്രകാരം പല വിഷയങ്ങളും ഞാൻ ഉച്ഛിഷ്ടം പോലെ ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ കരുതണം. അങ്ങനെ കരുതാൻ ആവശ്യമായ ദൈവസ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എന്നെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഉച്ഛിഷ്ടം പോലെല്ലാം കരുതിക്കൊണ്ട് കർത്താവേ, അങ്ങയോട് കൂടി ആയിരിക്കാൻ, അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ, ഉടമ്പടിയിൽ ആത്മാവിൽ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടും. ചേർന്ന് പാടാം. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടും. പാടാം. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ആഴി പോലനന്തം കരങ്ങൾ വീശിക്കൊണ്ട് ദൈവമേ നിൻ സ്നേഹം അതിരുകളില്ല, വയലുകൾ പോലെ വിശാലമല്ലോ. എല്ലാവരും ആഴി പോലനന്തം ദൈവമേ നിൻ സ്നേഹം അതിരുകളില്ല, വയലുകൾ പോലെ വിശാലമല്ലോ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ.